ഗൾഫിലെ പ്രവാസി കുടുംബത്തിലെ ഗാർഹിക പീഡനങ്ങൾക്കെതിരെ മീഡിയ വൺ തുടങ്ങിവെച്ച മൗനം വെടിയാം അതിജീവിക്കാമെന്ന ക്യാമ്പയിൻ തുടരുകയാണ്. എത്രമാത്രം രൂക്ഷമായ പീഡനങ്ങളിലൂടെയാണ് ഗൾഫിലെ കുടുംബിനികൾ കടന്നു പോകുന്നത് എന്ന വിവരം പങ്കുവെക്കുകയാണ് റിക്രൂട്ടിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വനിത. മൗനം വെടിഞ്ഞിട്ടും തനിക്ക് നീതി ലഭിച്ചോ എന്നുള്ള കാര്യത്തിലാണ് അവർക്ക് സംശയം. ഭർത്താവുമായുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്? കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 18 വർഷമായി. അന്ന് മുതലേ പ്രശ്നങ്ങളായിരുന്നു. ആദ്യം സ്ത്രീധനത്തിൻ്റെ പേരിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് എൻ്റെ സ്വർണം കൊടുത്തു വിൽക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു അതെങ്കിലും കഴിയുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മദ്യപാനിയാണ്, ഡ്രഗ്സിനടിമയാണ്. ഇതെല്ലാം നിരന്തരം ഉപയോഗിക്കുകയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യും. എന്നെ മാത്രമല്ല, മക്കൾ കുറച്ച് വലുതായപ്പോൾ മക്കളെ ഉപദ്രവിക്കാൻ തുടങ്ങി. കുറേയൊക്കെ ഞാൻ സഹിച്ചു. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ കോർട്ടിൽ കേസ് കൊടുത്തതാണ്. അത് പിന്നെ അദ്ദേഹം വന്ന് കാല് പിടിച്ച്, എൻ്റെ മാതാപിതാക്കളുടെ കാല് പിടിച്ച് നമ്മൾ വീണ്ടും ഒന്നായി. അതിനുശേഷവും പഴയ അവസ്ഥ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. കുറേയൊക്കെ ഞാൻ സഹിച്ചു നോക്കി. കാരണം മാതാപിതാക്കൾ പറയും ക്ഷമിക്കുക, സഹിക്കുക. പിന്നെ നമ്മുടെ നാട്ടുകാരെയും, ഇത് നമ്മൾ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയെങ്കിലും സഹിച്ചു പോകാമെന്ന് വിചാരിക്കും. നിയമപോരാട്ടം ഏതുവരെ എത്തിയിട്ടുണ്ട്? എനിക്ക് ഈ മെയിൻ്റനൻസ്, അതായത് ഇൻട്രീം റിലീഫിനായിട്ട് കോടതിയിൽ നിന്ന് ഓർഡർ വന്നു. പക്ഷേ അത് അദ്ദേഹം പേ ചെയ്യുന്നില്ല. രണ്ടാമത്തേതായിട്ട് അദ്ദേഹം എന്നെയും മക്കളെയും വീട്ടിൽ നിന്ന് രാമായണം നമ്മൾ രണ്ടുപേരെ ഇറക്കി വിട്ടു. നമ്മൾ എന്നെയും 2 പെൺകുട്ടികളെ കോടതി ഹൗസിങ്ങിനും വിധിച്ചു. പക്ഷേ അതും അദ്ദേഹം തരുന്നില്ല. അദ്ദേഹത്തിന് ആക്ച്വലി കുട്ടികളെയോ എന്നെയോ ഒന്നും നോക്കണമെന്നൊരു താല്പര്യമില്ല. പരസ്ത്രീ ബന്ധം, അമിതമായ ഡ്രഗ്സ് ഉപയോഗം, ഇത് നമ്മൾ കൺമുന്നിൽ കണ്ടിട്ട് പോലും അദ്ദേഹം ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇതെല്ലാം നിഷേധിക്കുകയും ഞാൻ കള്ളം പറയാമെന്നും എനിക്ക് മാനസിക രോഗമാണെന്നാണ് എല്ലാവരോടും പറയുന്നത്. അദ്ദേഹം പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ട് ഈ കേസ് പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാനും കുട്ടികളുമായിട്ട് നാട്ടിൽ പോകാൻ. 8 മാസമായി ഈ കേസ് കൊടുത്തിട്ട്. ഇതിപ്പം ആകെ ഇത് റിലീഫ് വരെ എത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് പതിയാണ്, എന്നാലും നടക്കുന്നുണ്ട്, പുരോഗമിക്കുന്നുണ്ട് കേസ്. ശാരീരികമായി പീഡിപ്പിക്കുമായിരുന്നു? ഒരുപാട്, നല്ലപോലെ ഉപദ്രവിക്കുമായിരുന്നു. അടിച്ച് മൂക്കുന്നും വായുന്നും ഒക്കെ ബ്ലഡ് വന്നിട്ടുണ്ട്. അന്നേരം വന്ന് കാലിൽ വീഴും, ഇതാരോടും പറയരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഈ മദ്യപാനവും എന്താ പറയുക, വളരെ മോശമായ കൂട്ടുകെട്ടുകളും, പിന്നെന്താ പറയുക, ഈ ഡ്രഗ്സിന് ഉള്ള പ്രശ്നങ്ങളും എല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ അവർ ഇതിനൊന്നും യാതൊരു മുൻകൈയും എടുക്കുന്നതെന്ന് മാത്രമല്ല, എന്നോട് പറഞ്ഞു ഇത് നാട്ടുകാരോട് ആരോടും പറയരുത്. പക്ഷെ അവർ പറയുന്നത് പെണ്ണാണ്, സഹിച്ചു പോകണം, ആണുങ്ങളാകുമ്പോൾ അടിക്കും, ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതാണ്. അദ്ദേഹം വിദ്യാസമ്പന്നനായ ഒരാളായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ടും നമുക്ക് ബോധവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ കഴിയുന്നില്ല. രാത്രി മുഴുവൻ എന്താ പറയുക, ഡ്രഗ്സ് അടിച്ച് രാത്രി ഉറങ്ങാതിരിക്കുക, ഫുൾ ടൈം പുറത്താണ്. ഈ രാത്രി കാലങ്ങളിൽ മൊത്തം പുറത്താണ്, കൂട്ടുകാരും ഒത്ത് പുറത്താണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തോ. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അദ്ദേഹത്തിൻ്റെ മാതാവ് നമ്മളോടെയാണ് താമസിക്കുന്നത്. പുള്ളിക്കാരിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആണുങ്ങളാകുമ്പോൾ അങ്ങനെ പുറത്തു പോകും, നീ അതിന് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഒരുമിച്ച് ഇദ്ദേഹമായിട്ട് പുറത്തു പോകാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സും ഇതുപോലെ തന്നെയാണ്. അവർക്കൊന്നും അത്ര നല്ല കുടുംബജീവിതമൊന്നും അല്ല. പക്ഷേ അവർ പറയുന്നത് നമ്മൾ ജീവിച്ചു പോകുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് ജീവിച്ചു പോയിക്കൂടാ. പിന്നെ അടിക്കുന്നതൊന്നും അവരെ സംബന്ധിച്ചുള്ളൊരു ഇഷ്യൂവേ അല്ല. ആണുങ്ങളാകുമ്പോൾ അടിക്കും. അദ്ദേഹത്തിൻ്റെ എല്ലാവരും കസിൻസും ഒക്കെ വന്നതിനോട് ഇത് തന്നെയാണ്, ഭർത്താക്കന്മാരടിക്കും, അത് സഹിക്കുന്നതാണ് ഭാര്യയുടെ ഇത്. വർഷങ്ങളോളം മൗനം പാലിച്ചതിന് ശേഷം അതിജീവിക്കാനായി മൗനം വെടിഞ്ഞ ഒരാളാണല്ലോ. അതുമായി മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ അനുഭവം എങ്ങനെയാണ്? ഇവിടുത്തെ നിയമം ആക്ച്വലി ഒരുപാട് ഫേവറബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇപ്പം നിൽക്കുന്നതും. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മാറി വേറെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം എൻ്റെ പേരിൽ ഒരുപാട് കള്ളക്കേസുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മാതാവിനെ ഞാൻ ഉപദ്രവിച്ചുവെന്നും അദ്ദേഹത്തിനെ ഞാൻ ഉപദ്രവിച്ചുവെന്നും, എന്താ പറയുക, നിരന്തരമായി അദ്ദേഹത്തിനെ ഞാൻ പീഡിപ്പിക്കുന്നുവെന്നും അദ്ദേഹത്തിനെയും മാതാവിനെയും ഞാൻ ചീത്ത വിളിക്കുന്നുവെന്നും പറഞ്ഞു. ഇപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ ഇതിന് ഒക്കെ അനുകൂലമായ ഒരു തീരുമാനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞു. കോടതിയിൽ നിന്നെല്ലാം അനുകൂലമായ തീരുമാനം. അപ്പോഴും ജസ്റ്റിസ് സെർവ് ചെയ്യുന്നില്ല എന്നൊരു പരാതി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതായത് ഇപ്പോഴും ജീവനാംശം കയ്യിൽ കിട്ടുന്നില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? അതായത് ഇത് കോടതി നിയമം ഉണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമാവുന്നില്ല. അദ്ദേഹം ഇതൊന്നും പേ ചെയ്യാൻ റെഡിയല്ല.
മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് കുട്ടികളെ പറ്റിയോ എന്നെ പറ്റിയോ ഒന്നും ചിന്തയില്ല. അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ, ഇമേജ് സൊസൈറ്റി നിലനിർത്തുക, മനസ്സിലായില്ലേ? അതിന് എന്നെ എങ്ങനെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാം. അതായത് ഈ 18 കൊല്ലം ഞാൻ അനുഭവിച്ച പീഡനങ്ങളൊന്നും തന്നെ പീഡനമല്ല. ഞാനിതെല്ലാം കള്ളക്കഥ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് മാനസിക രോഗമുണ്ട്. എൻ്റെ മൂത്ത മോളും മാനസിക രോഗിയാണ്. സാധാരണ ഇത്തരം കേസുകളിൽ പരാതിപ്പെടാൻ പലരും മടിക്കുന്നത് ഇപ്പോൾ ഭർത്താവിൻ്റെ സ്പോൺസർഷിപ്പിലായിരിക്കും ഭാര്യയും കുട്ടികളും ഉള്ളതാണ്. അപ്പോൾ അവരൊരു കേസിൽ പെടുന്നതോടുകൂടി ഭാര്യയും കുട്ടികളും ഈ പറഞ്ഞ പോലെ വിസ ഇല്ലാത്തവരോ അനധികൃത താമസക്കാരോ ഒക്കെ ആയി മാറും എന്നുള്ളൊരു ആശങ്ക പലരും പറയാറുണ്ട്. അത് താങ്കളുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്? എത്ര പ്രശ്നം? അദ്ദേഹം ആക്ച്വലി കേസ് കൊടുത്ത ഉടനെ തന്നെ അദ്ദേഹം എൻ്റെ വിസ ക്യാൻസൽ ചെയ്തു. എൻ്റെ മൂത്ത കുട്ടിയുടെയും വിസ. കാരണം ഞാനും മകളുമാണ്, മറ്റത് ചെറിയ കുട്ടിയാണ് എൻ്റെ ഇളയത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കുമാണ് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആദ്യം എൻ്റെയും മകളുടെയും വിസ ക്യാൻസൽ ചെയ്യാനാണ് ഉണ്ടായത്. അതൊരു ചാലഞ്ച് തന്നെയാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണം. കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊരു കടുത്ത തീരുമാനമാണ്. നമ്മൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് നോക്കരുത് എന്നാണ് എൻ്റെ ഒരു ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ഇൻ. ഈ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കാൻ വരുന്നവരോട്, അതായത് ഇത്തരം പീഡനങ്ങളൊക്കെ നേരിട്ടിട്ട് ഇനി ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എന്ന് തീരുമാനിക്കുന്ന മറ്റു വനിതകളോട് എന്താണ് പറയാനുള്ളത്? വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് കുറച്ചും കൂടെ പ്ലാനിങ്ങും കുറച്ചും കൂടെ പ്രിപ്പയർഡും ആയിരിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? അതായത് ഒരു എടുത്തുചാട്ടം, ഒരു അവസാന നിമിഷത്തെ തീരുമാനമല്ലാതെ പെൺകുട്ടികൾ ഓൾറെഡി ഒരു ജോലി ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി ദേ ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. സാമ്പത്തിക ഭദ്രതയുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരായിരുന്നില്ലേ നിങ്ങൾ കമ്പയർഡ് ടു അതേഴ്സ്? ആണ് സർ. ദ തിങ് ഈസ് എൻ്റെ കരിയർ ഒരു ബാക്ക് സീറ്റ് എടുത്തതിൻ്റെ കുറച്ച് റീസൺസ് ഉണ്ട്. എൻ്റെ 2 കുട്ടികളുടെയും, അതായത് എൻ്റെ മൂത്ത കുട്ടിയുടെ ജനന സമയത്ത് അവർക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് നിമിത്തം ഞാൻ കുറച്ച് എൻ്റെ കരിയറിൽ ഒരു ഗ്യാപ്പ് അടിക്കേണ്ടി വന്നു. അതിനുശേഷം രണ്ടാമത്തെ കുട്ടിക്കും ഇതുപോലെ ഷീ വാസ് ഡിസ്ലെക്സിക്. അപ്പോൾ അക്കാഡമിക് സപ്പോർട്ട് അവർക്ക് ഇല്ലാതെ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കരിയർ ഗ്യാപ്പ് എടുത്തതും അതൊക്കെ എൻ്റെ കരിയറിനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. എന്തായാലും നീതി പുലരട്ടെ, നിയമ പോരാട്ടത്തിലും ജീവിതത്തിലും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു സോ മച്ച്.